എൻ്റെ അടുത്തൊരു കാര്യം വന്നാൽ അത് ശരിയാണെന്ന് ബോധ്യപ്പെട്ടാൽ അത് ചെയ്യണമെന്ന് എനിക്ക് വളരെ നിർബന്ധം. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ അത് മറ്റ് പഠനമോ മറ്റ് ഇതൊന്നും കൂടാതെയുള്ള ഞാൻ ഉദ്യോഗസ്ഥന്മാർക്കെല്ലാം കൊടുത്തിട്ടുള്ള നിർദ്ദേശം, ഞാൻ ഫയലിൽ എഴുതി അയക്കുന്ന കാര്യം പോലും അതിനകത്ത് അപാകത ഉണ്ടെങ്കിൽ ഫയലിൽ എഴുതി വേണമെങ്കിൽ തിരിച്ചു തരാം, അല്ലെങ്കിൽ ആ ഫയലുമായിട്ട് വന്ന് എന്നോട് ഡിസ്കസ് ചെയ്യാം. ഞാൻ എടുത്ത തീരുമാനം എന്നുള്ളത് നിങ്ങൾക്കൊരു തടസ്സമല്ല പരിശോധനയ്ക്ക്. കാരണം എൻ്റെ ഒരു ഗുഡ് ഇൻറ്റൻഷനിലാണ് ഞാനിത് ചെയ്യുന്നത്. അതിൻ്റെ പുറകിലൊരു തെറ്റുണ്ടെങ്കിൽ ഉദ്യോഗസ്ഥർ തുറന്ന് കാണിക്കണം. അതെനിക്ക് ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ കാണുന്നില്ല. അപ്പം എൻ്റെ കൂടെയുള്ള സ്റ്റാഫൊക്കെ പറയും അത് ശരിയാണോ, ഒരു മന്ത്രി എഴുതിയതിന് അല്ലെങ്കിൽ മുഖ്യമന്ത്രി എഴുതിയതിന് അടിയിൽ എതിരായിട്ട് എഴുതി. ഞാൻ പറഞ്ഞു അത് ശരിയാ, കാരണം ഞാൻ അവരുടെ അഭിപ്രായം അറിയാതെയായി ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഒരു തെറ്റുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാട്ടാനുള്ള അവകാശം അവർക്കുണ്ട്. അല്ലെങ്കിൽ ഞാൻ കുഴപ്പത്തിൽ ചാടും. അപ്പം അല്ലെങ്കിൽ പിന്നെ എന്താ, 100 കാര്യം എൻ്റെ അടുത്ത് വന്നാൽ എനിക്ക് 10 കാര്യം ചെയ്യാനൊക്കത്തുള്ളൂ. കാരണം മുഴുവൻ കാര്യവും പരിശോധിച്ച് ഫയൽ വരുത്തി അതിൻ്റെ ഒപ്പീനിയൻ വിട്ട് അത് ലോയ്ക്ക് വിട്ട് ഫിനാൻസ് വിട്ട് ചെയ്യുമ്പോഴത്തേക്ക് 10 കാര്യം എനിക്ക് ചെയ്യാനൊക്കത്തുള്ളൂ. അതിന് പകരം ശരിയെന്ന് തോന്നുന്നു ഞാൻ ചെയ്യുക, ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ പരിശോധിച്ചോളാം. അതുപോലെ അങ്ങയുടെ പോക്കറ്റിലൊരു ഡയറിയിൽ ഇങ്ങനെ കുനുകുനുകുനുകുന്നിങ്ങനെ എഴുതി വയ്ക്കുക, അത് അങ്ങേക്ക് മാത്രമേ വായിക്കാൻ പറ്റുള്ളൂ എന്ന് പറയാൻ ശരിയാണോ? അത് ഇപ്പോഴുള്ള ഡയറി ഉണ്ടോ? ഇപ്പം എൻ്റെ കൂടെയുള്ള സ്ഥലത്തേക്ക് കാണും. ഞാൻ ഡയറി അയച്ചാൽ എൻ്റെ പ്രോഗ്രാം ഞാൻ തന്നെ എഴുതുന്നതിൽ എനിക്ക് സംതൃപ്തി. കാരണം വേറെ ആരെങ്കിലും എഴുതി അത് പിന്നെ തെറ്റിക്കരുതെന്നുള്ളതുകൊണ്ട്. അപ്പം എനിക്ക് തന്നെ ഒരു സ്വന്തമായിട്ട് എഴുതുമ്പോഴാണ് എനിക്കൊരു സംതൃപ്തി എന്ന് പറഞ്ഞാൽ നമുക്കൊരു അറിയാം, എനിക്ക് ഇന്നത്തെ പരിപാടി ഇന്നതാണ് എന്നറിയാം. അല്ലെ രാവിലെ എടുത്ത് നോക്കി വെച്ച് പോരുമ്പം മനസ്സിലാക്കാൻ പറ്റും. ഈ പണ്ട് ഈ ഒരു രൂപ നോട്ട് പോക്കറ്റിൽ എപ്പോഴും വെക്കുന്നു പറയാറുണ്ടല്ലോ, അതിപ്പോഴും വെക്കുന്നുണ്ടോ? അല്ല, അതങ്ങനെ എന്തൊരു വിശ്വാസമല്ല. ഞാൻ യാത്ര ചെയ്യുന്നത് പൈസ എൻ്റെ കയ്യിലുണ്ടാവില്ല. ഒരു പൈസ ഇല്ലാതെ ഞാൻ യാത്ര ചെയ്യുന്നത്. ശരി ആണ്. അപ്പോൾ ഈ ഡൽഹിക്ക് പോകുന്ന സമയത്ത് ഒരു 10 രൂപ കൈ വേണമെന്നുണ്ട്. കാരണം അന്ന് ബോംബെ ചെന്നാൽ 3-4 മണിക്കൂർ ടൈമുണ്ട്. അപ്പം ആ സമയത്ത് എനിക്ക് 2-3 പേരെ ഫോൺ ചെയ്യണം. പിന്നെ ഉണ്ടെങ്കിൽ ഒരു ചായ കുടിക്കണമെന്നുണ്ട്. ഇതേ ഉള്ളൂ ആവശ്യം. പിന്നെ അങ്ങ് ഡൽഹി ചെല്ലുമ്പോൾ അവിടെ ആരുടെയെങ്കിലും കാറ് പിന്നെ വരും, അപ്പോൾ അകത്ത് കയറി പോകും. അപ്പം ചില ദിവസം ഈ 10 രൂപ ആരുടെയെങ്കിലും മേടിക്കാൻ ഞാൻ മറന്നുപോയാൽ ഞാൻ ബോംബെ ചെല്ലുമ്പോൾ വല്ലാതെ വിഷമിക്കും. അപ്പോൾ ഞാനിങ്ങനെ മൊത്തത്തിലൊന്ന് ചുറ്റും എയർപോർട്ട് അതിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ പരിചയക്കാരെങ്കിലും കിട്ടും, അവരെയും കൂട്ടി ആരെയെങ്കിലും ഫോണിൽ വിളിച്ച് വയ്ക്കുക എന്നുള്ളതാണ്. ഉമ്മൻചാണ്ടി സാറിൻ്റെ ഈ കാർട്ടൂണിസ്റ്റുകളൊക്കെ ഇങ്ങനെ വരയ്ക്കുമ്പോഴേ ഈ മൂക്ക് പിന്നെ ഒതുക്കാത്ത മുടി ഒക്കെ വയ്ക്കുന്നതോടൊപ്പം ഈ കീറിയ ഷർട്ടും കൂടെ അതിനകത്ത് കാണാറുണ്ട്. അത് എന്താണ് അതിനകത്ത് ഞാൻ ചെറുടെങ്കിലും ഒരു കീറലുണ്ട് എന്നുള്ളതിൻ്റെ പേര് ഞാൻ ഇടാതിരിക്കത്തില്ല. അത്രേ ഉള്ളൂ. അതായിരിക്കും ഞാൻ ഇടും. അതായിട്ടുള്ള ഇതാണ്. പിന്നെ അങ്ങനെ കുറെ കഥകൾ ഇപ്പോൾ ഉമ്മൻചാണ്ടി സാറിനെ പറ്റി പറയുന്ന ഒരുപാട് കഥകളൊന്നും ഞാൻ ചോദിച്ചു മാത്രം. കുറേയൊക്കെ ശരിയാണ്, കുറേയൊക്കെ അതിശക്തിപരമുണ്ട്. മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് ആണെങ്കിൽ എപ്പോഴാണെങ്കിലും ഈ കാറിനകത്ത് ഒരുപാട് ആളുകളെ കുത്തിക്കയറ്റി അങ്ങേക്ക് തന്നെ ഇരിക്കാൻ സ്ഥലമില്ലാത്ത രീതിയിൽ കൊണ്ടുപോകുന്നൊക്കെ പറയുന്നുണ്ട്. അതിപ്പോഴും അങ്ങനെ ഉണ്ടോ? ആളുകൾ വന്നാൽ ഈ ആളുകളൊക്കെ നോക്കി നിൽക്കുന്ന സമയത്താണല്ലോ ഒരാളോട് കയറണ്ട എന്ന് പറഞ്ഞാൽ ഉണ്ടാകാവുന്ന അവർക്കുണ്ടാകുന്ന ഒരു ഫീലിങ് കാര്യങ്ങളൊക്കെ വെച്ച് നമ്മുടെ അടുത്തൊരു സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യം എടുത്ത് വരുന്നതാണ്. അവരെ അങ്ങനെ അങ്ങോട്ട് വിടുന്നതിനൊരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് പറയാൻ. മുഖ്യമന്ത്രിയുടെ കാറിൽ കയറി അവർക്കൊരു ഗമ. അങ്ങ് ഈ ലെറ്റർ ബേഡുകളുണ്ടല്ലോ, അങ്ങ് പല നിറത്തിലുള്ള ലെറ്റർ ബേഡ് ഉണ്ടെന്നാണ് കേൾവി. അപ്പോൾ അതിൽ ചുവപ്പ് നിറത്തിലും പച്ച നിറത്തിലൊക്കെ ലെറ്റർ ബേഡുകളുണ്ട്. അതിൽ പച്ച നിറത്തിലെ ലെറ്റർ ബേഡ് മാത്രമാണ് യഥാർത്ഥ ശുപാർശ, മറ്റെല്ലാം വരുന്നവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി കൊടുക്കുന്ന ആണെന്ന് പറയുന്നതിൽ വലിയ വസ്തുതയുണ്ട്. ഒരു വസ്തുതയില്ല. ഈ പച്ച ലെറ്റർ പാഡ് എന്ന് പറഞ്ഞാൽ ശരിയാണ്. കാരണം അസംബ്ലിയിൽ നിന്ന് കിട്ടുന്നത് പച്ച നിറത്തിലാണ്. എൻ്റെ ലെറ്റർ പാടെല്ലാം പച്ച നിറത്തിലുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ ചുവപ്പ് ലെറ്റർ പാഡ് ഉണ്ടായിട്ടില്ല, അത് ഗോസിപ്പാണ്. ഉമ്മൻചാണ്ടി സാർ ആരെടുത്തും ദേഷ്യപ്പെടുന്നില്ല എന്നുള്ളൊരു ഞാൻ കണ്ടിട്ടില്ല. അങ്ങ് ആരെടുത്തും ദേഷ്യപ്പെട്ടായിട്ട് നമ്മൾ
കണ്ടിട്ടില്ല. അതെങ്ങനെയാണ് അങ്ങ് ഈ പിന്നെ ആരോടെങ്കിലും എപ്പോഴെങ്കിലും അങ്ങനെ ദേഷ്യം പ്രകടിപ്പിക്കേണ്ടി വന്നിട്ടുണ്ടോ? അതർ മാൻസ് പോയിന്റ് ഓഫ് വ്യൂ എടുക്കും. പിന്നെ ഒരാൾ വന്നേച്ച് തെറ്റായ രീതിയിൽ എന്നോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയോ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിലും ഞാൻ അന്നേരം പെട്ടെന്ന് കയർക്കത്തി ഞാനൊന്ന് ചിന്തിക്കും, ഇത് ചെയ്യാൻ ഞാൻ എന്തെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ടോ. അപ്പം ചിലപ്പം ഞാൻ ഏതെങ്കിലും കാര്യത്തിലൊരു എൻ്റെ ഭാഗത്തു നിന്നൊരു വീഴ്ച വന്നെങ്കിൽ എനിക്ക് ആളിനോട് പ്രതിഷേധം അല്ലെങ്കിൽ ദേഷ്യമല്ല, എനിക്ക് സഹതാപേ ഉള്ളൂ, അവനോട് എനിക്ക് നീതി പുലർത്താൻ സാധിച്ചില്ലല്ലോ എന്നുള്ള ഇതാണ്. അപ്പം ഞാൻ ഒന്ന് സമാധാനിപ്പിക്കുകയുള്ളൂ, ദേഷ്യപ്പെടുത്തില്ല, കാര്യങ്ങളില്ല. മറിച്ച് അങ്ങനെ ആലോചിച്ച് അങ്ങനെ ഒരു കാരണവും ഇല്ല ആള് വന്ന് പറയുന്നത് തെറ്റാണ് എന്ന് പൂർണ്ണ ബോധ്യമുണ്ടെങ്കിൽ അപ്പോൾ ആ ചിന്തിക്കുന്ന സമയം കൊണ്ട് എനിക്കുള്ള ആ ദേഷ്യവും കാര്യങ്ങളൊക്കെ ഒന്ന് എനിക്ക് കൺട്രോൾ ചെയ്യാൻ സാധിച്ച് വളരെ സൗമ്യമായിട്ട് അദ്ദേഹത്തോട് പറയും, നിങ്ങൾ പറയുന്നത് ശരിയല്ല, തെറ്റാണ്, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, ഇതാണ് പൊസിഷൻ, വല്ല തെറ്റിദ്ധാരണയുണ്ടെങ്കിൽ അതെന്താണെന്ന് നമുക്ക് അന്വേഷിക്കാം, ഇതാണെന്ന് പറഞ്ഞേക്കും. അങ്ങയുടെ ഇൻ്റർവ്യൂവിലൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ എപ്പോഴും ആൾക്കൂട്ടത്തെ ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതെപ്പോഴെങ്കിലും ഇപ്പോൾ അങ്ങയുടെ മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് അങ്ങയുടെ ഓഫീസിൽ വന്ന ഒരാൾ കയറിയിരുന്നു എന്ന നിലയിലേക്കൊക്കെ ഒരു സംഭവമൊക്കെ ഉണ്ടായി. അപ്പോൾ അത്തരം ഒരു കൂടുതൽ ഇങ്ങനെ ഒരു സ്വാതന്ത്ര്യം കൊടുക്കുമ്പോൾ അത് എപ്പോഴെങ്കിലും തെറ്റാണെന്നോ അല്ലെങ്കിൽ അതിലെന്തെങ്കിലും മാറ്റം വരുത്തണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടോ? ഞാനതൊരു വളരെ ചെറുപ്പം മുതലേ ഉള്ളൊരു ശീലമാണ്. എന്നെ ആരും അങ്ങനെ ഒരു ബന്ധം ഉപയോഗിച്ചുകൊണ്ട് എന്നെ വഞ്ചിക്കുകയോ എന്നെ ചതിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല, അത് ചെയ്യത്തില്ല എന്നുള്ളൊരു വിശ്വാസവും എനിക്കുണ്ട്.